കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി കേരള കോൺഗ്രസ് മാണി വിഭാഗം തിരഞ്ഞെടുക്കപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനപ്രകാരമല്ല. LDFിൻ്റെ നയമല്ല അവിടെ നടപ്പിലായത്. CPMൻ്റെ പ്രാദേശികമായ നേതൃത്വമാണ് അങ്ങനെ ഒരു തീരുമാനത്തിന് മുൻകൈ എടുത്തതും കൂട്ടുന്നതുമെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. അതിന് CPMൻ്റെ സംസ്ഥാന നേതൃത്വം ഒരിക്കലും അതിന് കൂട്ടുനിൽക്കാൻ വഴിയില്ല. രാഷ്ട്രീയത്തിലൊരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികതയുടെ ലംഘനമാണ് മാണി ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുക എന്നതിൽ കൂടി CPM അവിടെ എടുത്തിട്ടുള്ളത്. അത് പ്രാദേശികമായിട്ടുള്ളതായതുകൊണ്ട് തന്നെ അവരുടെ സംസ്ഥാന നേതൃത്വം അതിലിടപെടും. രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തിയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ളത്. ഒരിക്കലുമില്ല. അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴാലോചിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചു പോകുന്ന നിരവധി കക്ഷികളുണ്ട്. അവർ അത്രയും പേരെ സഹകരിച്ചു പോകുന്ന ആളുകളായിട്ടാണ് ഇപ്പോഴും നിർത്തിയിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഏതെങ്കിലും ഒരു കക്ഷിയെ എടുക്കണമെങ്കിൽ മുന്നണി കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ടല്ലാതെ ഒരു തീരുമാനം ഉണ്ടാവുകയില്ല. മറിച്ചുള്ള ഏതൊരു പ്രചരണവും വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ആരും നിയോഗിച്ചിട്ടില്ല. സ്കറിയ തോമസിന് അതിനുള്ള യാതൊരു റൈറ്റും ഇല്ല. സ്കറിയ തോമസ് സ്വന്തം താല്പര്യപ്രകാരം ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ആരെയും ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല. മറ്റാരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവരവർ തന്നെ എടുത്തുകൊണ്ടാൽ മതി. എങ്ങനെ? അല്ല, അത് കോട്ടയത്തെ പ്രാദേശികമായി കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമാണ്. അതൊരു സംസ്ഥാന തലത്തിലുള്ള വിഷയമായി ഞാൻ കാണുന്നേയില്ല.